നമസ്കാരം. അത്തം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ അത്തം നക്ഷത്രക്കാർ സാധാരണയായിട്ട് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഒന്നുകൊണ്ട് ഇളകാത്തൊരു ഭാവമാണ്. പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്നൊന്നും അവരുടെ ആ ഒരു വിഷമം കൊണ്ട് അവർ മാറിമറിയൊന്നുമില്ല. സന്തോഷപൂർവ്വം എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവരതിനെ നേരിടാനൊക്കെയുള്ള ഒരു സഹനശക്തിയുള്ള ആളുകളാണ് അത്തം നക്ഷത്രക്കാർ. ഇവരോട് അടുത്തവർ ആരെങ്കിലും സ്നേഹത്തോടെ ഇവരോട് സൗഹൃദത്തിലായിപ്പോയാൽ അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ പോലും മടിക്കുന്ന ആൾക്കാരാണ് അത്തം നക്ഷത്രക്കാർ. ശത്രുക്കളെ പോലും സഹായിക്കാനായിട്ട് മനസ്സ് കാണിക്കും ഈ അത്തം നക്ഷത്രക്കാർ. ആർക്കും ദോഷം വരുന്ന കാര്യമോ അല്ലെങ്കിൽ ഉപദ്രവം വരുന്ന കാര്യമൊന്നും ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ലളിത ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. ഈ നാളുകാർക്ക്, ഈ അത്തം നാളുകാരുടെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതായിരിക്കും. കുറച്ചു കാലം അവർ ഉയർന്നു വന്നാൽ പിന്നെ കുറച്ചു കാലം താഴ്ചയായിരിക്കും. ഇങ്ങനെ കയറ്റം ഇറക്കമുള്ളൊരു ജീവിത രീതിയാണ് ഈ നക്ഷത്രക്കാർക്ക്. ചില കാര്യങ്ങളിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ദാമ്പത്യ ജീവിതം പൊതുവെ ഇവർക്ക് സന്തോഷപ്രദമായിരിക്കും. നല്ല ഒരു ദാമ്പത്യം തന്നെയായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. പങ്കാളിയുമായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും സ്നേഹത്തോടു കൂടിയും അതുപോലെ തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞും പരസ്പര വിശ്വാസവും മൂലം അത് പരിഹരിക്കാനുള്ള കഴിവൊക്കെ ഈ നക്ഷത്രക്കാർക്കുള്ളത് കൊണ്ട് ഇവരുടെ ദാമ്പത്യം സുഖകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. സ്ത്രീകൾ, ഈ അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പൊതുവെ സദ്വൃത്തിയുള്ളവരാണ്. നല്ല പ്രവൃത്തിയും നല്ല രീതിയിലുള്ള ചിന്താഗതിയൊക്കെ ഉള്ളവരായിരിക്കും. ധർമാചാരങ്ങളെ ഒക്കെ ഇവരറിയുന്നതാണ്. ധർമാചാരങ്ങളൊക്കെ അറിയുന്ന ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്യാനൊക്കെ ഇവർക്ക് നല്ല താല്പര്യം ഉണ്ടായിരിക്കും. ശരീരപുഷ്ടിയുള്ളവരും അത്യാവശ്യം ശരീരമൊക്കെ നല്ല ഒരു ബലപ്പെട്ട് പുഷ്ടിയുള്ളവരായിരിക്കും ഈ അത്തം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. ചിത്തിര നക്ഷത്രക്കാർക്ക് പ്രായോഗിക ബുദ്ധി വളരെ കൂടുതലുള്ള ആളുകളാണ് ചിത്തിര നക്ഷത്രക്കാർക്ക്. പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടും ഇവർ. പക്ഷെ പകുതി കാര്യങ്ങളൊക്കെ നടക്കാറുള്ളൂ. എങ്കിലും പ്രായോഗികമായിട്ടുള്ള ചിന്താഗതി കൂടുതലുള്ള ആളുകളാണ്. പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിഹാരം കാണാനും ഒരു അഡ്വൈസറുടെ, ഉപദേഷ്ടാവിൻ്റെ രൂപത്തിലൊക്കെ നിൽക്കാനുമൊക്കെ ഇവർക്ക് കഴിയാറുണ്ട്. തന്ത്രപൂർവ്വം പ്രവൃത്തി, സ്വന്തം ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ഇവർ ശ്രമിക്കാറുണ്ട്. ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്കുണ്ട്. സ്നേഹം തോന്നുന്നവർക്ക് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്താനും ഇഷ്ടമില്ലാത്തവരോട് അകന്നു കഴിയാനൊക്കെയാണ് ഇവർക്ക് പ്രത്യേക. ഇഷ്ടമില്ലാത്തവരുടെ അടുത്തേക്ക് പോകാണ്ടിരിക്കുക, സ്നേഹം തോന്നുന്നവരോട് കൂടുതൽ ആത്മാർത്ഥത ഉണ്ടാവുക. അതുപോലെ തന്നെ ജനിച്ച വീട് വിട്ട് മാറി നിൽക്കാനാണ് ഇവർക്ക് കൂടുതൽ യോഗം കാണുന്നത്. മാതാപിതാക്കളിൽ നിന്നൊന്നും വലിയ സഹായമൊന്നും കിട്ടില്ല, പിതാവിൽ നിന്നൊന്നും. പക്ഷേ എന്നും കിട്ടില്ല എന്നുണ്ടെങ്കിലും ജനിച്ച വീട്ടിലെ മാതാപിതാക്കളോട് ഭയങ്കര കൂറും, അവരെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര നാക്കും ബഹുമാനവും അഭിമാനവും ഒക്കെ തോന്നുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര നക്ഷത്രക്കാർ. ചിലപ്പോൾ അവരിൽ നിന്നൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല, എങ്കിലും അവരെപ്പോൾ കുറിച്ച് പുകഴ്ത്തി പറയാൻ 100 നാക്കായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. അവരുടെ മഹത്വത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. മധ്യപ്രായം മുതൽ ഏതെങ്കിലും ഒരു അസുഖത്തിന് നിത്യമായിട്ടുള്ള ഔഷധം സ്ഥിരമായി കഴിക്കേണ്ടി വരുന്ന ആളുകളാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. കുടുംബജീവിതത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ വകവയ്ക്കാത്തത് മൂലം പല ബുദ്ധിമുട്ടുകളും ഇവർക്ക് വന്നു ചേരാറുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ദാമ്പത്യം ചിലപ്പോൾ പരാജയമാകാനും സാധ്യതകളുണ്ട് ഈ പറയുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക്. ചോതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഈ ചോതി നക്ഷത്രം ചോതി പിറന്ന നല്ലതാണെന്നാണ് പറയുക. എങ്കിലും ലാഭനഷ്ടങ്ങൾ കണക്കിലെടുക്കുന്നതായിരിക്കും ഇവരുടെ തീരുമാനം. ഓരോ കാര്യത്തിൽ ഇടപെട്ടാലും ഇതിൽ നിന്ന് എന്ത് ലാഭം കിട്ടും, എങ്ങനെയാണ് എന്നൊക്കെയുള്ള തീരുമാനം എടുത്തതിനാണ് ഇവർ മുന്നോട്ട് പോവുക. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ ആലോചിച്ചിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. കാര്യപ്രാപ്തിയും പരിശ്രമശീലവും ഒക്കെ ധാരാളം ഉണ്ടാകും. വാക്ക് പാലിക്കാനായിട്ട്, ആരോടെങ്കിലും എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ കൃത്യത പാലിക്കുന്ന ആളുകളാണ്. സ്വാതന്ത്ര്യബോധം, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെയാണ് ഇവർ കൂടുതലും ചെയ്യുന്നത്. എതിർപ്പുകളെയൊക്കെ ധീരമായിട്ട് നേരിട്ട് തോൽപ്പിക്കാൻ ഇവർക്ക് കഴിയും. ഇവരോട് ആരെങ്കിലും എതിർത്താലും ഇവരതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ ഇവർക്ക് കഴിയും. ആരെയെങ്കിലും ആശ്രയിച്ച് ജീവിക്കാൻ, ആരുടെയെങ്കിലുമൊക്കെ കീഴിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാനൊന്നും ഇവർ ഇഷ്ടപ്പെടാറില്ല. സ്വാതന്ത്ര്യബോധമൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ കൂടുതലും സ്വന്തം കാലിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെടാറ്. എങ്കിലും പങ്കാളിയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കലഹമൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവേ ഇവരുടെ ദാമ്പത്യം സന്തോഷപ്രദമായിരിക്കും. 100-ൽ 2 പേരുമൊക്കെ ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ സംഭവിച്ചു പോന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളും രഹസ്യമായിട്ട് വയ്ക്കാനും ശ്രമിക്കും. തൻ്റെ ദാമ്പത്യത്തിൽ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ
പൊതുവെ ഈ ചോതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ എന്ന് പറയുന്നത് പതിവ്രതകളും പുത്രഗുണമുള്ളവരും ഒക്കെ ആയിരിക്കും. സമ്പത്തും സത്യവും ഒക്കെ ധാരാളം ഇവർ ഉണ്ടാവും. ഭയങ്കരമായിട്ട് സത്യം പറയുന്നവരൊക്കെ ആയിരിക്കും ഈ നക്ഷത്രക്കാർ. പതുക്കെ സഞ്ചരിക്കുന്നവരാണ്. ഒരു കാര്യത്തിലും അങ്ങനെ വേഗതയോ ഹറിബറിയോ ഒന്നും ഇവർ കൂട്ടാറില്ല. ബന്ധുക്കളും യശസ്സുള്ളവരായിരിക്കും. ശത്രുക്കളെ നേരിടാനൊക്കെ ആയിട്ട് പ്രത്യേക കഴിവുള്ളവരായിരിക്കും ചോതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ.